കടുത്ത ചൂടിൽ നമ്മുടെ ജീവിത രീതികളൊക്കെ മാറിയില്ലേ? മനുഷ്യന്റെ കാര്യം മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളുടെയും കാര്യം അങ്ങനെ തന്നെ. കോന്നി ആനക്കൂട്ടിലെ ആനകളുടെ പരിചരണത്തിലും വനം വകുപ്പ് വലിയ മാറ്റം വരുത്തി. ഭക്ഷണത്തിൽ തണ്ണിമത്തൻ ഉൾപ്പെടുത്തിയും ഷവർ ബാത്ത് നടത്തിയും കരിവീരന്മാരെ തണുപ്പിക്കുകയാണ് കോന്നി ആനക്കൂട്ടിൽ. ആനച്ചന്തം വാടിത്തളരാതെ തലയെടുപ്പോടെ നിൽക്കണമെങ്കിൽ, നിർജീവമായ കണ്ണുകൾക്ക് തിളക്കം വരണമെങ്കിൽ, ഉള്ളും പുറവും തണുക്കെ നല്ലൊരു കുളി വേണം. രാവിലെ 9 മണി 9:30 ആകുമ്പോഴേ കിടത്തി തേച്ച് കുളിപ്പിക്കും. പിന്നെ ഉച്ചയ്ക്ക് വെള്ളം ഒഴിച്ച് തണുപ്പിക്കും. പിന്നെ വൈകിട്ട് ഇതുപോലെ ഷവറിൻ്റെ അവിടെ കൊണ്ടുവന്ന് കുളിപ്പിക്കും. സഞ്ചാരികൾക്ക് കൗതുകമെങ്കിലും സംഗതി സീരിയസ് ആണ്. വേനൽക്കാലം എത്തിയതോടെ പതിവ് രീതികളിലും ഭക്ഷണക്രമങ്ങളിലും ചെറിയ മാറ്റം വരുത്തി. രാവിലത്തെ വിസ്തരിച്ചുള്ള കുളിക്ക് പുറമെ വൈകിട്ട് ഷവർ ബാത്ത് മസ്റ്റാക്കി. രാവിലെ നമ്മൾ ഒരു 7-7:30 ആകുമ്പോഴേ തറി വന്നാൽ ഇരണ്ടമെല്ലാം നീക്കി ബേസെല്ലാം വാരി കെട്ടി കളി തറി തൂത്ത് കഴുകിയിട്ടിട്ട് ആന നടത്താൻ പോകും. ഒരു 10-15 റൗണ്ട് 12 റൗണ്ടോളം നടക്കും. നടത്തിയിട്ട് കൊണ്ടുവന്ന് കിടത്തി അരമണിക്കൂർ നിർത്തിയിട്ട് കിടത്തി കുളിപ്പിക്കും. തേച്ച് കുളിപ്പിച്ചിട്ട് ചോറ് കൊടുക്കാൻ അഴിച്ചുകൊണ്ട് പോകും. ചോറ് കൊടുത്ത് കഴിച്ച് കൊട്ട കെട്ടിയിട്ട് പിന്നെ നമ്മൾ കൂടെ വെള്ളം കൊടുക്കാനും ഇരണ്ട നീക്കാനും ഒക്കെ പോകും. തീറ്റിയിട്ട് കൊടുക്കും. പിന്നെ ഇടയ്ക്ക് വെള്ളം ഒഴിച്ച് തണുപ്പിക്കും. നല്ല ചൂട് സമയത്ത് കുളിക്കും തീറ്റയ്ക്കുമൊപ്പം തണ്ണിമത്തനും ചൂടകറ്റാനുള്ള മറ്റു ഭക്ഷണങ്ങളും നൽകി തുടങ്ങിയതോടെ സംഗതി ഉഷാർ. ആനിമൽ സ്ട്രെസ്ഡ് ആയിരിക്കും. എപ്പോഴും നമ്മൾക്ക് ഒരു സ്ട്രെസ് ഉള്ള പോലെ തന്നെ ആനിമലിനും ഓവർ ഹീറ്റ് വരുമ്പോഴേക്കും ആനിമൽ നല്ല സ്ട്രെസ്ഡ് ആണ്. അപ്പോൾ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആനിമലിൻ്റെ ടെമ്പറേച്ചർ ഒരുപാട് കൂടാനായത് നോക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കനത്ത വേനലിലും കോന്നി ആനക്കൂട്ടിൽ സഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവില്ല. പിന്നെ മെയിനായിട്ട് മോനെ കാണിക്കാനായിട്ട് കൊണ്ടുവന്ന്. അവൻ ആനയെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അങ്ങനെ ഇപ്പൊ അടുത്ത് കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പിയായി. ഇത്രയും ചൂടിൽ നമുക്ക് തന്നെ ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ഈ മൃഗങ്ങളിലെയൊക്കെ അവസ്ഥ എന്തുമായിരിക്കും? എൻ്റെ ആഹാര രീതിയൊക്കെ നല്ല രീതിയിലാണ് പറഞ്ഞപ്പം നമുക്ക് മനസ്സിലായി. ചൂട് സമയമാകുമ്പം നമുക്കാളും പിടിച്ച് നിൽക്കാൻ ഒക്കുന്നില്ലല്ലോ. അങ്ങവാടി പോകാതെ ആനയെ കാണാൻ വന്നേ? ആനയൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ചൂടുകാലത്ത് ആനയുടെ കാര്യങ്ങളിൽ വനംവകുപ്പ് വളരെ സീരിയസ് ആണ്. കടുത്ത ചൂടിൽ അടിതെറ്റിയാൽ ആനയും വീഴുമെങ്കിൽ മനുഷ്യന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ന്യൂസ് മലയാളം, പത്തനംതിട്ട.